is the goat of non-linear storytelling എന്ന് പറയുന്ന കാര്യം. നമ്മൾ കണ്ടുവരുന്ന ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. കിടലം ഞാൻ കരഞ്ഞുപോയി. ഭയങ്കര കിടലായിരുന്നു, പറയാൻ വാക്കുകളില്ല. മാസ്റ്റർ പീസ് തന്നെയാണ് പുള്ളിയുടെ. The greatest filmmaker of all time, Christopher Nolan's most anticipated Odyssey is finally here. അപ്പോൾ ആദ്യമായി പൂർണ്ണമായും ഐമാക്സിൽ ചിത്രീകരിച്ച എപ്പിക് ആക്ഷൻ ഫാൻറ്റസി മൂവി ഒഡീസി കണ്ടിറങ്ങി. ഒഡീസിനോട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഒഡീസിക്ക് ടിക്കറ്റ് എടുത്തവർ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തോ. നേരെ ക്രിസ്റ്റഫർ നോളൻസ് ഒഡീസി റിവ്യൂലേക്ക്. ഒരു എപ്പിക് ആക്ഷൻ എപ്പിക് തന്നെയാണ്, അത് മസ്റ്റ് വാച്ച് ആണ്. അടിപൊളിയായിരുന്നു, പറയാൻ വാക്കുകളില്ല. മാസ്റ്റർ പീസ് തന്നെയാണ് പുള്ളിയുടെ. ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ലൈക്ക് it would be ഒരു പീക്ക് സിനിമ. അതെ പീക്ക് മൂവി എന്ന് തന്നെ പറയാം. it would be his best work. ആ ഒരു മെയിൻ ഹൈലൈറ്റ് അതിന്റെ ഒരു ഐമാക്സ് ഷൂട്ട് ചെയ്യുന്നുള്ള വിഷ്വൽ. അതെ അത് പിന്നെ ഇപ്പം ഇത് ഐഡിയസിൽ ഇപ്പം ഐമാക്സ് അല്ലാത്തത് കൊണ്ട് നമുക്കത് പറയാൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ട് CGI വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മാസ്റ്റർ പീസ് ആണിത്. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു മെയിൻ ജോണർ ഒരു ഫാന്റസി തന്നെയാണ്. ഫാന്റസി തന്നെയാണ്. കഥ ഓഡീസിയുടെ കഥ അറിയാവുന്നവർക്ക് സിനിമ കാണുമ്പോൾ കഥകൾ മൊത്തം മനസ്സിലാവും. അതിൻ്റെ അകത്ത് CGI VFX ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ്. സീരിയസ്ലി ഒരു 3 hour ഡ്യൂറേഷൻ എങ്ങനെയാണ്? അത് എൻഗേജിങ് ആണ്. അത് നമുക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ല. എല്ലാത്തരം ഓഡിയൻസിനും സാറ്റിസ്ഫൈ ആവും. അത് കുറച്ചും കൂടി ഇംഗ്ലീഷ് മൂവീസ് ഗ്രീക്ക് മിത്തോളജി അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ഇതാവും. ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ്, അപ്പൊ എനിക്കത് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ആക്ഷൻ എൻഗേജ്ഡ് ആയിരുന്നു. കുറച്ച് ഒരു മാജിക്കൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കേ, താങ്ക് യു. കിടലം ഞാൻ കരഞ്ഞുപോയി. ഭയങ്കര കിടലം. ഞങ്ങളെ ലാസ്റ്റ് ഇമോഷണൽ അങ്ങനെയൊക്കെയാണോ? കുറച്ചൊക്കെ കാണണം. കണ്ടോ സിനിമ കണ്ടോ? ഇല്ല, കണ്ടില്ല. പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര കിടലാണ്. ഭയങ്കര ഒന്നും പറയാനില്ല. എനിക്കറിഞ്ഞൂടാ. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ആക്ച്വലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. എനിക്കൊന്ന് നോളൻ ഓസ്കർ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒരു നോളൻ മൂവി എന്ന് വരുമ്പോൾ ഒരു പീക്ക് സിനിമ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ഞാൻ ഈ ഐമാക്സിലും കാണും. എനിക്ക് ഓഡിയോ വണ്ണിലും കാണണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും കൂടെ വന്ന് കണ്ടത്. കിടിലം പടമാണ്. ഭയങ്കര ഫ്രെയിമായിട്ട് ഹോയ്റ്റമാണ്. സിനിമാറ്റോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഈ ബ്ലാക്സ് ആൾക്കാരെ എടുത്തെന്ന് പറഞ്ഞ് കുറച്ച് ഹെയ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനും കുറേ റീസൺസ് ഉണ്ട്. അത് ഒരുപാട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. നറേറ്റീവ് സ്ട്രക്ചർ ആയിക്കോട്ടെ, അത് ഭയങ്കര ഒരു ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. എല്ലാം കൂടി വെച്ചിട്ട് നോളൻ പടത്തിന്റെ നമ്മൾ കണ്ടുവരുന്ന ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഓഡസി സ്റ്റോറി എന്താണോ അത് എടുത്തു വെച്ചിട്ടുണ്ട്. കലിപ്സോയുടെ പോർഷൻ കുറച്ചും കൂടെ ഉണ്ടാവായിരുന്നു. കാരണം 10 years ജേർണിയിൽ 7 years കലിപ്സോന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ഉണ്ടാവായിരുന്നു. ബട്ട് അതർവൈസ് ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ അറിയുന്നവർ കുറച്ചുകൂടി കണക്ട് ആവും. എങ്ങനെയാണ്? കണക്ട് ആവാണ്ടിരിക്കാം. പക്ഷേ എന്താ പറയാ, കഥ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും പെർഫോമൻസ്, എസ്പെഷ്യലി ആനി ഹാത്വേയുടെയും ടോം ഹോളണ്ടിന്റെയും റോബർട്ട് പാറ്റിൻസന്റെയും മാറ്റ് ഡേമന്റെയും പെർഫോമൻസസ് ഒക്കെ നൈസ് ആയിരുന്നു. 3 hour ഒക്കെ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. ലൈക്ക് കാരണം ഒരു മിസ്റ്ററി ആണ് എന്താണ് നടക്കാൻ പോകുന്നത്. ഈ കഥ അറിയാത്തവർക്ക് മിസ്റ്ററി ആണ്. പിന്നെ കുറേ ജോണറൊക്കെ ഉണ്ട്. പോലെ ഹൊറർ, ചില സ്ഥലങ്ങളിൽ ഹൊററായിരുന്നു, ചില സ്ഥലങ്ങളിൽ ത്രില്ലറായിരുന്നു. പ്ലോട്ടിങ് ഫുൾ ഒരു എന്താ പറയാ, ഒരു മിത്തിക്കൽ വൈബ്സ് ആയിരുന്നു. കൊള്ളായിരുന്നു, നൈസ് ആയിരുന്നു. ടോട്ടലി ഒരു മസ്റ്റ് വാച്ച് പീക്ക് സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാം. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ. കാരണം ചിലവരൊക്കെ നമ്മൾ ഇപ്പോഴത്തെ നാട്ടിൽ കമേഴ്ഷ്യൽ പടത്തിന് വേണ്ടിയല്ലേ വരുന്നത്. അവർക്കൊന്നും ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരും. ഹൈപ്പ് ഉണ്ട്. നോളൻ നിശ്ചിച്ച പോലെ തന്നെ, അതായത് ഒരു രക്ഷയില്ല. അത് സിനിമാറ്റിക്കലി പീക്ക് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ മ്യൂസിക്. അതായത് ലുഡ്വിഗ് ഗൊറാൻസന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ആ ഒരു ട്രോജൻ ഹോഴ്സിൻ്റെ സീനും അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റ് സീനും വരുമ്പോഴുള്ള ആ ഒരു മ്യൂസിക്കിൻ്റെ എലിവേഷൻ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ നമ്മുടെ ഡൺകർക്ക് സിനിമ ഉണ്ടല്ലോ, ഡൺകർക്കിൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ സീക്വൻസ് വരുമ്പോഴുള്ള ഷെപ്പേർഡ് ടോൺ ഉണ്ട്, അതുപോലത്തെ മ്യൂസിക് ആയിരുന്നു. ഒരു രക്ഷയില്ല. ടോട്ടലി ആ ഒരു മേക്കിംഗ് കൊണ്ടുകൊണ്ട് മാത്രമാണോ അതോ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ആ ബുക്കിലുള്ളതുപോലെ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട്. പക്ഷെ വിഷ്വലി ആൻഡ് സൗണ്ട് എഫക്റ്റ് ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ലെവൽ സാധനമുണ്ട്. കണ്ടുനോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. 3 hour ഒതുക്കാൻ പറ്റാത്തൊരു സ്റ്റോറിയാണ്. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് ആ ഒരു 3 hour ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ ട്രെയിലറിനുണ്ടായിരുന്ന ഒരു ട്രെയിലറിൽ പറഞ്ഞ പോലെ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡയലോഗ്സിന്റെ ഡെലിവറീസിലായാലും കാസ്റ്റിങ്ങിന്റെ കാര്യം. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോഴേക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഉറപ്പായിട്ടും. പിന്നെ ഈ ആവശ്യമില്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം, അവർക്ക് എന്ത് വേണോ പറയാം. ബട്ട് ഹി ഈസ് സ്റ്റിൽ നോളൻ. മസ്റ്റ് വാച്ച് ഫിലിം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇത് ശരിക്കും ഒരു എപ്പിക്കാണ്. നമ്മളൊരു സിനിമ ഇതൊരു ക്ലാസിക് ആണ്, എപ്പിക് ആണെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ പറയുന്നത്. പക്ഷെ നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ദിസ് ഈസ് എ എപ്പിക് ഫിലിം എന്ന് പറയത്തില്ലേ. സിനിമ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ നോളനാണ്. അങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം ഒരു മാറ്റ് ഡാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മാറ്റ് ഡാമൻ്റെ ക്യാരക്ടർ, അത് ഒഡീസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. എല്ലാ ആക്ടേഴ്സും എക്സ്ട്രാ ഓർഡിനറി, എവിടെയും പോയിട്ടില്ല. സെറ്റ് വർക്ക് അടിപൊളി, സിനിമാറ്റോഗ്രാഫി അടിപൊളി, മ്യൂസിക് ആണെങ്കിൽ അടിപൊളി. ഭയങ്കര എന്താ പറയാ, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സീറ്റ് എഡ്ജഡ് ആയിട്ടിരിക്കും. ലൈക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇസ് ദ ഗോട്ട് ഓഫ് നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ആശാനാണ് പുള്ളിക്കാരൻ. അടിപൊളി പടം. ഐമാക്സിൽ കാണാൻ പറ്റുന്നവർ ഐമാക്സിൽ തന്നെ കാണണം. പക്ഷേ പിന്നെ ഒരു കാര്യം പറയുന്നത്, A സർട്ടിഫിക്കറ്റ് പടമാണ്. ദയവായി പിള്ളേരെ കൊണ്ടുവന്ന് അലമ്പുണ്ടാക്കരുത്. അകത്തൊരു കൊച്ചുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഓക്കെ, സംഭവം എന്ന് പറയാം ഗംഭീര പടം, ഒന്നും പറയല്ല. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതിന് മേലെ കിട്ടി. വിഷ്വൽ ട്രീറ്റ്, കണ്ണ് എടുക്കാതെ നിന്ന് കാണണം. നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. തിയേറ്ററിൽ കാണേണ്ട പടം, അതിൽ കൊള്ളൊന്നും പറയല്ല. എന്നാലും ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിലൊന്നും ഒരു കാര്യമില്ല. പടം എല്ലാവർക്കും അതിനുള്ള മറുപടി പടത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. ഗംഭീര പടം, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഈ ജോണറൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡ് ഡ്രാമ പരിപാടിയൊക്കെ മറ്റേ ട്രോയ് പോലെ ഗ്രൗണ്ടഡ് അല്ല, കുറച്ച് ഫാൻറ്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീര. ക്രിസ്റ്റഫർ നോളന്റെ കാര്യം അറിയാലോ, പ്രാക്ടിക്കൽ എഫക്ട്സും VFX ആണ് അങ്ങേറ്റം പെർഫെക്ഷനോടെ ചെയ്യുന്നൊരു പെർഫെക്ഷനിസ്റ്റ് ഡയറക്ടറാണ്. അത് നമുക്ക് കാണാനുണ്ട്. ഗംഭീര പടം, പീക്ക് സിനിമ എക്സ്പീരിയൻസ്. പീക്ക് സിനിമ ഒന്നും പറയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ളൊരു പടം. ട്രോയൊക്കെ കണ്ടവർക്കാണെങ്കിൽ കണ്ണും പൊട്ടി പോയി കാണാം. ഗംഭീര പടം, രക്ഷയില്ല, ഒന്നും പറയാനില്ല. ലൈക്ക് ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ്. അതിനോടൊപ്പം തന്നെ ഭയങ്കര രസമുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് 45 മിനിറ്റ്സ് വാസ് ലൈക്ക് സോ ഡാം. പറയാനുണ്ടോ? അതുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിട്ട് എല്ലാവരും വന്ന് കാണുക. കിടിലൻ പടമാണ്. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഐമാക്സിൽ പറ്റുമെങ്കിൽ എല്ലാവരും ഐമാക്സിൽ പോവുക. പിന്നെ ടിക്കറ്റ് ഇട്ടാത്തതുകൊണ്ട് മിത്തോളജി, ഫാന്റസി എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു നല്ല പടമാണ്. കിടിലൻ പടമാണ്. എല്ലാവരും വന്ന് കാണുക. ടോട്ടലി ഒരു ജോണർ ഒക്കെ പറയാനാണ് ഫുൾ ഷിഫ്റ്റ്. അങ്ങനെ ഒരു ഫാന്റസി ഒക്കെ ഉണ്ട്, കുറെ എലമെന്റ്സ്, ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ സ്റ്റഫ് ഉണ്ട്. വാർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഹൈപ്പിനുള്ള വർത്താണ്. എല്ലാവരും വന്ന് കാണാം. ഓക്കെ, മിത്തോളജി ബാക്ക് സ്റ്റോറി ഒന്നും അറിയാത്തവർക്ക് പ്ലെയിൻ ആയിട്ട് കണ്ടിരുന്നാലും മനസ്സിലാവും. എനിക്ക് തോന്നുന്നില്ല ഇത് അത്യാവശ്യം ഇറ്റ്സ് നോട്ട് ഭയങ്കര ഒരു ഹോമറിന്റെ ബുക്ക് വായിക്കണം എന്നോ അങ്ങനെ ഭയങ്കര ഗ്രീക്ക് മിത്തോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. വൺ ഷുഡ് എക്സ്പീരിയൻസ് ദിസ് ഇൻ ദെയർ ലൈഫ് ടൈം ആൻഡ് ദിസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡ് ഡ്രാമയൊക്കെയാണ് നമ്മൾ ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായത്. അതെന്ന് എങ്ങനെയാണ് ഒരു ജോണർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരു 3 hour? ഓക്കെ, ഇപ്പോൾ ജോണർ നോക്കുകയാണെങ്കിൽ തന്നെ മിത്തോളജിക്കൽ യെസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര കണക്ട് ചെയ്യും. കാരണം നമ്മളൊരു സാധാരണക്കാരൻ പോയി ഒരു സിനിമ കണ്ടാലും ശരി, അവർക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്.